ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, കാവൽ മാലാഖമാരുടെ വണക്കമാസം 11-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മാലാഖമാരെ കുറിച്ച് മനസ്സിലാക്കി, മാലാഖമാർ ആരാണ്, മാലാഖമാരുടെ പ്രവൃത്തിയെക്കുറിച്ചും മാലാഖമാർ ദൈവത്തെ ആരാധനയെക്കുറിച്ചും സന്ദേശവാഹന മാലാഖമാരെ കുറിച്ചും ദൈവമക്കളായി നമ്മുടെ പക്കലേക്ക് കാവൽ മാലാഖമാരും നവവൃന്ദ മാലാഖമാരും കടന്നു വന്ന് സഹായിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് ദൈവമക്കളെ സഹായിക്കുന്ന മാലാഖമാർ നമുക്ക് വേണ്ടി വഴി നടത്തുന്നവരായിട്ട് നമ്മുടെ കൂടെ നടന്ന് വഴി നടത്തുന്ന മാലാഖമാരെ കുറിച്ചാണ് നമ്മൾ കാണുക. ദൈവമക്കളെ സഹായിക്കുന്ന മാലാഖമാർ 4 വിധത്തിലാണ് നമ്മെ സഹായിക്കുന്നത് നമ്മൾ പഠിച്ചു. 1, ദൈവമക്കൾക്കായി വഴിയൊരുക്കുന്നു. 2, വഴി നടത്തുന്നു. 3, വഴികളിൽ ജീവനെ സംരക്ഷിക്കുന്നു. 4, ദുഷ്ടപിശാചിന്റെ കെണിയിൽ നിന്നും നമ്മളെ കാത്തു പരിപാലിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുക കാവൽ മാലാഖമാരും. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് മാലാഖമാർ ദൈവമക്കളെ വഴി നടത്തുന്നവരായിട്ടാണ്. വഴി ഒരുക്കി, 2, വഴി നടത്തുന്നു. വചനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാലാഖമാർ വഴി നടത്തുന്ന ദൈവമക്കളെ അനേകം നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്രായേൽ ജനത്തെ മാലാഖമാർ വഴി നടത്തുന്നതിനെക്കുറിച്ചും കൂടെ നടക്കുന്നതിനെക്കുറിച്ചും വചനത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായത്തിൽ പറയുകയാണ്, ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു, അവൻ നിന്റെ വഴികളിൽ നിന്നെ കാത്തുകൊള്ളും, ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് അവൻ നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ കൂടെ കൊണ്ടു നടക്കുവാൻ വേണ്ടി, ദൈവം ഒരുക്കിയിരിക്കുന്ന വഴികളിലൂടെ നടത്തുവാൻ വേണ്ടി വഴി നടത്തുവാൻ കർത്താവ് മാലാഖമാരെ അയച്ചിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, പുറപിതാവായ യാക്കോബ് തൻ്റെ മരണസമയത്ത് മക്കളെ അനുഗ്രഹിക്കുമ്പോൾ ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുക. അന്ത്യസമയത്ത് മക്കളെ എല്ലാം അനുഗ്രഹിച്ച് യാക്കോബ് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെയാണ് പ്രാർത്ഥന. ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായം അതിൻ്റെ 16-ാം വചനം പറയുകയാണ്, യാക്കോബിൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്, എൻ്റെ ജീവിതകാലം മുഴുവനും എന്നെ കാത്തുപരിപാലിച്ച എൻ്റെ മാലാഖ ഈ ബാലരെ അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. എൻ്റെ ജീവിതകാലം അത്രയും എന്നെ കാത്തുപരിപാലിച്ച് വഴി നടത്തിയ മാലാഖ ഈ ബാലരെ അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. അപ്പോൾ ജീവിതത്തിൽ കാത്തുപരിപാലിച്ച കൂടെ നടന്ന മാലാഖയിലേക്ക് തൻ്റെ മക്കളെ ഭരമേൽപ്പിച്ചുകൊണ്ടാണ് ആശീർവദിച്ച് യാക്കോബ് കടന്നു പോകാൻ ആഗ്രഹിക്കുക. അപ്പോൾ വഴി നടത്തുന്ന മാലാഖമാർ, കൂടെ നടക്കുന്ന മാലാഖമാരെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പാപം ചെയ്യുമ്പോൾ ഈ മാലാഖ, വഴി നടത്തുന്ന മാലാഖ, ചിറക് വിരിച്ച് കൂടെ നടക്കുന്ന മാലാഖ നമ്മിൽ നിന്ന് വിട്ടുമാറും. ഇസ്രായേൽ ജനം പാപം ചെയ്യുമ്പോൾ അവരിൽ നിന്ന് മുമ്പേ നടന്നിരുന്ന മാലാഖ പിമ്പിലേക്ക് മാറുന്നതിനെക്കുറിച്ച് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 19-ാം വചനത്തിൽ കാണുന്നുണ്ട്, ഇസ്രായേൽ ജനത്തിന് മുമ്പേ പോയിക്കൊണ്ടിരുന്ന ദൈവദൂതന്മാർ അവരിൽ നിന്ന് മാറി അവരുടെ പുറകെ പിമ്പേ പോകുവാൻ തുടങ്ങി. ഇപ്പോൾ പാപം ചെയ്യുമ്പോൾ മാലാഖ വിട്ടുമാറും. വഴി നടത്തുന്ന മാലാഖ പാപം ചെയ്യുമ്പോൾ നമ്മിൽ നിന്ന് വിട്ടുമാറും. അപ്പോൾ പാപം ചെയ്യാതെ, പാപത്തിൽ വീഴാതെ മുമ്പോട്ട് പോകുവാൻ നമ്മൾ മാലാഖയുടെ സംരക്ഷണയിലാണ് മുമ്പോട്ട് പോകുന്നത്. ദൈവത്തെ വേദനിപ്പിക്കുമ്പോൾ മാലാഖയും വേദനിക്കുകയാണ്. അപ്പോൾ വഴി നടത്തുന്ന മാലാഖയെ ദൈവം അയച്ചിട്ടുണ്ട്. കൂടെ നടക്കുവാൻ ദൈവം മാലാഖമാരോട് കൽപ്പിച്ചിട്ടുണ്ട്. ആ മാലാഖയോട് ചേർന്നാവണം നമ്മുടെ ജീവിതവും ജീവിതയാത്രകളും. ദൈവമക്കളെ സഹായിക്കുന്ന മാലാഖമാർ ഒന്നാമതായി വഴിയൊരുക്കി നമുക്ക് മുമ്പേ പോയി വഴിയൊരുക്കി, 2, വഴി നടത്തുന്ന മാലാഖമാർ. ദൈവമക്കളെ സഹായിക്കുന്ന മാലാഖമാർ ദൈവമക്കളായി നമ്മുടെ കൂടെ നടന്നുകൊണ്ട് നമ്മൾ മുമ്പേ പോയിക്കൊണ്ട് വഴിയൊരുക്കുകയും നമ്മളെ വഴി നടത്തുകയും ആ ഒരുക്കിയിരിക്കുന്ന വഴിയിലൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ജീവിതയാത്ര മുമ്പോട്ട് പോകുവാൻ ഈ മാലാഖ കൂടെ നടന്ന് നമ്മെ സഹായിക്കുന്നതും നമ്മൾ കാണുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ മാലാഖയുടെ കൂടെ നടക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ഇന്നത്തെ വണക്കമാസ പ്രാർത്ഥനയിലേക്ക് പങ്കുചേരുമ്പോൾ ഈ മാലാഖ കൂടെയുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ കൂടെ ഈ മാലാഖയുണ്ട് എന്ന ബോധ്യത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. മാലാഖ ചിറക് വിരിച്ചമേ കാത്തുപരിപാലിക്കട്ടെ, വഴി നടത്തട്ടെ. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള നിയോഗങ്ങൾ, യാത്രകൾ, മക്കളുടെ ഏതെങ്കിലും തരത്തിലുള്ള ജീവിതത്തിൽ ഏതെങ്കിലും വഴിത്തിരിവാകുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, ഇൻ്റർവ്യൂകളോ ഇല്ലെങ്കിൽ വിവാഹങ്ങളോ, ജോലിക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളോ, വിദേശത്തേക്ക് പോകുവാനുള്ള പരിശ്രമങ്ങളോ, പഠന മേഖലയിലേക്കുള്ള എല്ലാ പരിശ്രമങ്ങളും, എല്ലാ മേഖലയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മാലാഖ കൂടെ നടന്നുകൊണ്ട് വഴികാട്ടിയായി കൂടെ നടക്കുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.